കർത്താവേ മാതാവേ, അതേ കുഞ്ഞെ, നമ്മുടെ പാവങ്ങൾ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാവങ്ങൾ നമ്മെ മോചിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സപ്രബോധമായ ഓരോ ദിനരാത്രങ്ങൾ നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. നല്ലൊരു ദിവസം നമുക്ക് ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം ദൈവസഞ്ജങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ ഈ സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ മാറ്റമില്ലാത്ത തിരുവചനം സംസാരിക്കാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരണമേ. കേൾവിക്കാരായ ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും വിടുതലും എല്ലാം നൽകി പ്രശസ്തകീർണമായ മരുഭൂമി യാത്രയിൽ ദൈവത്തെ കാത്തുപരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും, അതുമാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിലുള്ള വരവുമാണ് അതിപ്രധാനമായി നമ്മെ പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിൽ 30 വയസ്സ് വരെ തന്റെ മാതാപിതാക്കൾ കീഴ്പ്പെടുകയും ശേഷം 30ാമത്തെ വയസ്സിൽ സ്നാപയോഹന്നാന്റെ കൈയിൽ സ്നാനമേൽക്കുകയും അവിടുന്ന് 3.5 വർഷക്കാലം കർത്താവ് യഹൂദിയ, ശമരിയ, ഗലീലിയ തുടങ്ങിയ മേഖലകളിൽ സഞ്ചരിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു സകല ജാതികളെ എന്റെ ശിഷ്യരാക്കൊള്ളി, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് അരുളി ചെയ്ത് ആ കോളിംഗ് കർത്താവ് നൽകി. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. യേശു തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അനേക ഉപമകളിലൂടെ ദൈവത്തിന്റെ വചനം തന്റെ ശിഷ്യന്മാരോടും ലോകത്തോടും വിളിച്ചു പറയുവാനിടയായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വചനം അത് ജീവനാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ആത്മാക്കളെ രക്ഷയ്ക്കും വിടുതലിനും പാപമോചനത്തിനും മാനസാന്തരത്തിനും അത് മുഖാന്തരമായി തീരുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വേദഭാഗങ്ങളാണ് നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ ഒരു സംഭവ ചരിത്രത്തെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നു. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ ആ വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനമുഖത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരു ന്യായശാസ്ത്രി വന്ന് താൻ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ് അതിന്റെ 10-25 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു. അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് നീ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവനോട് പറഞ്ഞത്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെ താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞതാണ് നാം 30 മുതൽ 34 പേരുടെ വാക്യങ്ങൾ വായിച്ചത്. അവിടെ ഒരു മനുഷ്യൻ തന്റെ യാത്ര ചെയ്യുന്ന സമയത്ത് യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യനെയാണ് കർത്താവ് അവിടെ പരിചയപ്പെടുന്നത്. അപ്പൊ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെട്ട പുരോഹിതനും അതുപോലെ തന്നെ പുരോഹിത വംശജനുമായ ലേവ്യനും ആ വഴി വന്ന് കടന്നുപോയെങ്കിലും ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യനെ അവർ തിരിഞ്ഞു നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. അവൻ വാസ്തവത്തിൽ മുറിവേറ്റ് ശരീരമാസകലം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവന്റെ ശരീരത്തിൽ രക്തം വാർന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് അതുവഴി ഒരു ശമരിയക്കാരൻ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ശമരിയക്കാരൻ വന്നിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ട് 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ശമരിയക്കാരൻ ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് താൻ അവനോട് മനസ്സിലിഞ്ഞു. അവന്റെ മാനസിക സ്ഥിതി, അവന്റെ ശാരീരിക സ്ഥിതി എല്ലാം മനസ്സിലാക്കിയിട്ട് അവനോട് ആ മനുഷ്യൻ മനസ്സിലിഞ്ഞു. എന്നിട്ട് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ താൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവർ പുറപ്പെട്ടു പോകുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, പലതും അധികം ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയും. കർത്താവ് ഈ ഉപമ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ഏവനോട് കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കണ്ണ് കാണിച്ചതെന്ന് തന്നെ അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ ചെയ്യുക, എന്നാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കഴിയും. വസ്തുത്തിൽ ഈ ശമരിയക്കാരനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നേരിലായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനവധിയായ പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ഇന്നാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, നിരാശയിലൂടെ കടന്നു പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യൻ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, കുലപാതകങ്ങൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് അപകട മരണങ്ങൾ, അതുപോലെയുള്ള പ്രതിസന്ധികൾ സമൂഹത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഈ പ്രയാണത്തിൽ യാത്ര ചെയ്ത ഈ മനുഷ്യനുള്ള ബന്ധത്തിൽ അവനെ കള്ളന്മാർ പിടിച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം അവർ പിടിച്ചു പറിച്ച് അവനെ മുറിവേൽപ്പിച്ച് ജീവൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവനെ വഴി വെട്ടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കർത്താവിടെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശമരിയക്കാരനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നാം ഈ ശമരിയക്കാരനെ കണ്ടുകൊണ്ട് നാം ഈ മെസ്സേജ് ചിന്തിക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, യേശു മനസ്സറിയുന്ന ദൈവം മാത്രമല്ല, അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുന്നവരും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു നല്ല സ്നേഹിതനാണ് ഈ യേശുക്രിസ്തു.
അപ്പോൾ മനസ്സിലുള്ള മഹാദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു, അനവധി ദീനക്കാരെ യേശുവിന്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുന്നു. യേശു സൗഖ്യദായകനാണ്. യേശു മനസ്സറിയുന്ന ദൈവമാണ്. യേശു കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ മതിയായ ദൈവമാണ്. ഒരു പക്ഷേ നിങ്ങളോ ഞാനോ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരു പക്ഷെ ആരുമില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ എന്റെ ഹൃദയത്തിൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. യേശുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ വേറൊരു മാർഗം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഈ ദിവ്യമായ സമാധാനം, യേശു ക്രിസ്തുവിന്റെ ഈ സൗഖ്യം, ഈ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, ആമേൻ. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, ഏതെങ്കിലും ആ നിലയിൽ ആശ്വാസമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെയും എന്റെയും ആശ്വാസദായകനാണ്. എനിക്കും നിങ്ങൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും തരുവാൻ അവൻ മതിയായ ദൈവമാണ്. ഈ കർത്താവിനെ ആശ്രയിപ്പാൻ ഈ ഷോർട്ട് മെസ്സേജിലൂടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ് ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.